എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ഫങ്ഷൻസാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് നമ്മൾ കുക്കിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം, ഒരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അവിടെ കുക്കിംഗ് ഏരിയയിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ പണിയിൽ തിരക്കിലാണ്. എങ്കിൽ പോലും നമ്മളെ വീഡിയോ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ വെറൈറ്റി ആയിട്ട് ഇന്ന് എല്ലാ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് പാർട്സ് കറിയും, രാവിലെ തന്നെ പാർട്സ് കറിയാണ് വെക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ പ്രോഗ്രാമിന് നമ്മൾ ബിരിയാണി വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ആദർശ് കുക്ക് ചെയ്യാൻ പോകുന്നത് പാർട്സ് കറീന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ്. അതിന് ഉള്ളി തക്കാളികളൊക്കെ ഇട്ട്, നമ്മളെ ഷെഫാണ്, തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ പാർട്സ് കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത ചെമ്പിൽ ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ട്. ദമ്മിടാണ്. അടിയിൽ ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് റൈസ്, ബിരിയാണി റൈസ് ഇതുണ്ടോ, അടിയിൽ ഇലയൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ട് ബിരിയാണി റൈസ് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ദമ്മ് ബിരിയാണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 ചെമ്പ് ബിരിയാണി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 2ാമത്തെ ചെമ്പാണ് ഈ കാണുന്നത്. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയതിന് ശേഷം റൈസ് നല്ല ചൂടാക്കിയിട്ട് നല്ല വേവിച്ചിട്ട് ആണ് അതിലേക്ക് ദമ്മിടുന്നത്. അതിൻ്റോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുമുണ്ട്. ഇവിടെ നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ചേട്ടൻ ഇങ്ങനെ നല്ല മണമുണ്ട്. അടിപൊളിയായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ. അത് കാണുമ്പം തന്നെ നാവിലിങ്ങനെ കൊതി ഊറി വരും. അത്രയും നല്ല സെറ്റായിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇതാ നല്ല മസാലയൊക്കെ ഇട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വേവിച്ച് ഇതാ പാർട്സ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ നല്ല ചിക്കൻ പൊരിച്ചത്. ഇതാ നമ്മളെ പാർട്സ് സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്കിട്ട്, ചിക്കൻ പാർട്സാണ് എല്ലാം അതിൽ ഇട്ടു. അതിൻ്റെ കൂടെ പാർട്സിലേക്ക് ഇതാ അതിന് വേണ്ടിയിട്ടുള്ള മുട അതിലേക്ക് ഇടുകയാണ്. ഉണ്ണിയാണ് ആ മുട ഇടുന്നത്. നല്ല മെല്ലെ മെല്ലെ മുട എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ ഇതാ ചിക്കൻ പൊരിച്ച് പാത്രത്തിലാക്കുന്നുണ്ട്. പാർട്സ് കറിയിലേക്ക് വേണ്ട മസാല നമ്മളെ ഷെഫ് അതിലേക്ക് ഇടുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. നല്ല അതിലേക്ക് കുറച്ച് ഇതാ മല്ലിച്ചപ്പ്, പുതിനയില എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് മൂടി വെച്ചാണ്. അങ്ങനെ ഇതാ നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഇതങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ്. ഇതാ ചേട്ടൻ അങ്ങനെ നല്ല മസാല ചേർന്ന ചിക്കൻ ഇങ്ങനെ പൊരിച്ച് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പീസ് ഇങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓരോ പീസ് ഓരോ പോക്ക് വരുമ്പോഴും ഇങ്ങനെ ചിക്കൻ പീസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതാ പാർട്സ് നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ഇപ്പോഴിതാ പൊരിച്ച ചിക്കൻ ഇതാ പൊരിച്ച് ഞങ്ങളിതാ ഓരോ പീസായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കഴിക്കാനായിട്ട് ഓരോ പീസ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വെന്തുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ടേബിളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷപ്പായിട്ട് വന്നു. ഫ്രണ്ട്സുകളെല്ലാവരും ഫ്രഷായി വന്നതിന് ശേഷം നമ്മൾ അമിത്തിൻ്റെ അടുത്തേ വന്നായിരുന്നു. അമിത് ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോണ് കളിച്ചിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ ഫ്രണ്ട്സുകളും വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടി നല്ല രീതിയിൽ സംസാരിച്ചിരിക്കുകയാണ് അവരെല്ലാവരും. ഇതാണ് അമിത്തിൻ്റെ വീട്. പ്രോഗ്രാമിനുള്ള വെൽക്കം ഡ്രിങ്കാണ് ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളത്. അതിനുള്ള ഗ്ലാസും സ്നാക്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ദമ്മ് പൊട്ടിച്ച് നമ്മൾ റൈസും ചിക്കനും നമ്മൾ വേർതിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. ദമ്മ് പൊട്ടിച്ചതിനുകൊണ്ട് ഇവിടെ മൊത്തം ബിരിയാണീൻ്റെ സ്മെല്ലാണ്. നല്ല അടിപൊളി സ്മെല്ല് ഇവിടെ കിട്ടുന്നുണ്ട്.
നമ്മളെ വിരുന്നുകാർ വന്നു, നല്ല രീതിയിൽ നമ്മൾ സെർവ് ചെയ്തു, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സുകളാണ്. ഈ ഫ്രണ്ട്സുകളില്ലായിരുന്നു ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ആ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് നമ്മൾ ഫ്രണ്ട്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. വിളമ്പാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ ഫ്രണ്ട്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫുഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സദ്യ നമ്മളെ ബിരിയാണീൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. സദ്യനുള്ള വിഭവങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, നമ്മൾ അടിപൊളി ബിരിയാണി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് ഇഷ്ടപ്പെട്ടു. ഫാമിലിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.